കൊടുങ്ങല്ലൂരിലെ വിശേഷം പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂരിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അവിടുത്തെ BJPക്കാർ സ്വപ്നം കണ്ടു. അതിന്റെ ഭാഗമായി ഉത്തരേന്ത്യ മോഡലിൽ നാട്ടിൽ അവർ കള്ളും പണവും ഒഴുക്കി, ജാതിയും മതവും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി. പക്ഷേ ഡിസംബർ 13-ന് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ മതനിരപേക്ഷ കൊടുങ്ങല്ലൂരിൽ വർഗീയവാദികൾക്ക് ഒരു സ്ഥാനവുമില്ലെന്ന് ജനത ഉറക്കെ പ്രഖ്യാപിച്ചു. BJP പ്രഖ്യാപിച്ച കൊടുങ്ങല്ലൂർ നഗരസഭയും ഇടവിലങ്ങ് ഗ്രാമപഞ്ചായത്തിലും അവർക്ക് കനത്ത തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നു. ജനങ്ങൾ കൊടുത്ത ആ പാഠം ഉൾക്കൊള്ളാതെ ഇന്ന് നാട്ടിൽ അതിക്രമങ്ങൾ അഴിച്ചുവിട്ട് കലാപം സൃഷ്ടിക്കാൻ വേണ്ടി BJP ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പെരിഞ്ഞനത്തുള്ള CPIM-ന്റെ ഓഫീസ് BJPക്കാർ അടിച്ചു തകർത്തത്, അവിടെയുള്ള ഫർണിച്ചറുകളും പുസ്തകങ്ങളും നശിപ്പിച്ചത്. ഇടവിലങ്ങിലെ CPIM പ്രവർത്തകനായിട്ടുള്ള പ്രതാപന്റെ വീട് കയറി ആക്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തത് BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സെക്രട്ടറി അടക്കമുള്ള ഗുണ്ടകളെയാണ്. ഇത്തരത്തിൽ നാട്ടിൽ നിരന്തരമായി അതിക്രമങ്ങൾക്ക് BJP കൂപ്പുകൂട്ടുമ്പോൾ അവിടുത്തെ CPIM ജനകീയ ജനാധിപത്യ പ്രതിരോധങ്ങളിലൂടെയും നിയമ പോരാട്ടങ്ങളിലൂടെയും മാത്രമാണ് അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുന്നത്. നാടിനകത്ത് ഒരു അനിഷ്ട സംഭവം പോലും ഉണ്ടാകരുതെന്ന CPIM-ന്റെ ജാഗ്രത, ആ പ്രസ്ഥാനത്തിന്റെ ആ കരുതലാണ് അവിടുത്തെ ജനങ്ങൾ ആ പ്രസ്ഥാനത്തെ ചേർത്ത് പിടിക്കുന്നത്. പക്ഷെ നിരന്തരമായി നാട്ടിൽ അതിക്രമങ്ങൾ, കലാപങ്ങൾ അഴിച്ചുവിടാനുള്ള BJPയുടെ ഈ ഗൂഢനീക്കത്തിനെതിരെ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുക്കേണ്ടതായിട്ടുണ്ട്.